केरल की जनता जन समर्थन दे रही है, हमारा समर्थन बढ़ भी रहा है। एलडीएफ और यूडीएफ के मैच फिक्सिंग ने अपार संभावनाओं वाले इस राज्य को स्थगित कर रख लिया है। अजीब प्रकार की स्टैग्नेंसी का अनुभव हमारा केरल कर रहा है। प्रकार की स्टैग्नेंसी का अनुभव हमारा केरल कर रहा है। എൽഡിഎഫും യുഡിഎഫിന്റെയും തമ്മിലുള്ള പരസ്പരമായ സഹകരണം മാച്ച് ഫിക്സിംഗ് മൂലം കേരളത്തിന്റെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്। हमारे दोनों विरोधी ग्रुप, दोनों विरोधी गठबंधन एक गठबंधन जरूर आपस में करे हैं। हम आए तो हम भ्रष्टाचार करें, आप आओ तब आप करो, एक दूसरे को हम कभी नहीं पकड़ेंगे। നമ്മുടെ രണ്ട് എതിരാളികളാണ് എൽഡിഎഫും യുഡിഎഫും। അവർ രണ്ടുപേരും അഴിമതി അവസാനിപ്പിക്കുമെന്ന് പറയും, പക്ഷേ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നടത്തിയ അഴിമതിയെ ഞങ്ങൾ തൊടില്ല എന്നാണ് അവർ ഇത്രകാലവും ഇവിടെ നടപ്പാക്കിയത്। मगर मैं आज इस कार्यकर्ता सम्मेलन के माध्यम से केरल की जनता को अपील करने आया हूं। केरल के भविष्य का रास्ता चाहे विकास का हो, चाहे सुरक्षा का हो, चाहे आस्थाओं के संरक्षण का हो, वो रास्ता यूडीएफ एलडीएफ से नहीं जा सकता। ഈ സമ്മേളനത്തിലൂടെ കേരളത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ ഭാവി അത് വികസനമായിക്കൊള്ളട്ടെ, സുരക്ഷിതത്വമായിക്കോട്ടെ, വിശ്വാസ സംരക്ഷണമാകട്ടെ, അത് മൂന്നും നൽകാൻ എൽഡിഎഫിനും യുഡിഎഫിനും സാധിക്കില്ല എന്ന് ഈ സമ്മേളനത്തിലൂടെ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്। यूडीएफ और एलडीएफ न हमारी आस्थाओं को सुरक्षित रख सकते हैं, न केरल को सुरक्षित रख सकते हैं, न केरल को विकसित बना सकते हैं। യുഡിഎഫിനോ എൽഡിഎഫിനോ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തിന്റെ വികസനം ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല। और मैं आज केरल की जनता को बताने आया हूं कि पूरी दुनिया में कम्युनिस्ट पार्टियां खत्म हो गई। ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു। और पूरे देश में कांग्रेस खत्म हो रही, രാജ്യം മുഴുവൻ കോൺഗ്രസും അവസാനിച്ചിരിക്കുന്നു। अब केरल के विकास का रास्ता नरेंद्र मोदी जी के नेतृत्व में एनडीए में ही है। ഇനി കേരളത്തിന്റെ വികസനത്തിലേക്കുള്ള പാത നരേന്ദ്രമോദി തെളിയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ। जरूरत है स्पष्ट विजन के साथ केरल की जनता के पास विनम्रता के साथ जाने की। ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങളെ നമ്മൾ വിനയത്തോടു കൂടി സമീപിക്കണം। केरल की जनता जन समर्थन दे रही है, हमारा समर्थन बढ़ भी रहा है। നമുക്ക് കേരളത്തിലെ ജനങ്ങൾ നമുക്ക് നൽകുന്ന പിന്തുണയോടുകൂടി നമ്മുടെ കർത്തവ്യവും ഉത്തരവാദിത്വവും കൂടുകയാണ്। 2014 में हमें 11% वोट मिला, 11% वोट मिला। 2014 നമുക്ക് 11% വോട്ട് കിട്ടി। 19 में हमें 16% वोट मिला। 2019 16% അത് ഉയർന്നു। और 24 में हमें 20% वोट मिला। 2024 അത് 20% अब 20 से 30 और 30 से 40 का रास्ता इतना लंबा नहीं होगा। 2026 में ही हम इसको सिद्ध करेंगे। 20 നിന്ന് 30ലേക്കും 30 നിന്ന് 40ലേക്കുമുള്ള നമ്മുടെ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് അതിവിദൂരമല്ല, അത് 2026 തന്നെ സംഭവിക്കും। और ये हमने देश भर में कर बताया है, ये हमने देश भर में सिद्ध कर अचीव कर बताया है। നമ്മൾ രാജ്യത്തെ മുഴുവൻ സീറ്റ് നേടിക്കൊണ്ട് ഭരണം നേടിക്കൊണ്ട് നാം പറഞ്ഞു। 1984 में भाजपा की सिर्फ लोकसभा में 2 सीट थी। 1984 നമുക്ക് ലോകസഭയിൽ 2 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്। और आज 24 में तीसरी बार नरेंद्र मोदी प्रधानमंत्री बने हैं, तीसरी बार बने। 2024 മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരത്തിലെത്തിയിരിക്കുകയാണ്। आसाम में हमारी 2 असेंबली सीटें थी। അസാമിൽ നമുക്ക് 2 അസംബ്ലി സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്। आज आसाम में हम 2 बार सरकार बनाकर
तीसरी बार सरकार बनाने जा रहे हैं। ഇന്ന് അതേ ആസാമിൽ നാം തുടർച്ചയായി 2 തവണ അധികാരത്തിലെത്തിയിട്ട് 3-ാം തവണ അധികാരത്തിലേക്ക് എത്താൻ പോവുകയാണ്. मणिपुर में हमारी एक भी सीट नहीं थी, മണിപ്പൂരിൽ നമുക്ക് ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. हमने 2 बार सरकार बनाई है। 2 തവണ നാം അവിടെ സർക്കാർ ഉണ്ടാക്കി. त्रिपुरा में हमारी एक भी सीट नहीं थी, त्रिपुरा- हमने 2 बार त्रिपुरा में सरकार बनाई है। ത്രിപുരയിലും നമുക്ക് ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർച്ചയായി 2 തവണ ഭാരതീയ ജനതാ പാർട്ടി അവിടെ അധികാരത്തിലെത്തി. और उत्तर प्रदेश में हमारे पास 400 में से सिर्फ 25 सीटें थी, वहां पर हमने 2 बार सरकार बनाने का काम किया है। ഉത്തർപ്രദേശിലും നമുക്ക് 400 out of 425 seats. 400 സീറ്റ് ഉണ്ടായിരുന്നതിൽ 25 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ വീണ്ടും നാം തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയിരിക്കുന്നു. और मित्रों, अब बारी केरल की है। इस बार केरल में निश्चित रूप से भारतीय जनता पार्टी का मुख्यमंत्री बना। സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇനി കേരളത്തിന്റെ അവസരമാണ്. ഈ 2024 ഇത്തവണ തീർച്ചയായും നാം കേരളത്തിലും അധികാരത്തിലെത്തും. केरल में ये बदलाव सिर्फ शहर तक सीमित नहीं है। കേരളത്തിലെ ഈ മാറ്റം अर्बन एरिया तक सीमित नहीं है। കേരളത്തിലെ ഈ മാറ്റം നഗരപ്രദേശങ്ങളിൽ മാത്രമുള്ള ഒരു മാറ്റമല്ല. हमने 30 ग्राम पंचायतें जीती है, നാം 30 ഗ്രാമപഞ്ചായത്തുകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 म्यूनिसिपालिटी जीती है, 2 മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി. और तिरुवनंतपुरम में हमारा मेयर आज त्रिवेंद्रम की सेवा कर रहा है। തിരുവനന്തപുരം കോർപ്പറേഷനിലും നാം നമ്മുടെ മേയറിലൂടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. 79 इकाइयों में हम सेकंड प्लेस पर रहे हैं, 79 വാർഡുകളിൽ നാം 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. और 79 പഞ്ചായത്തുകളിൽ നാം 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. और आज त्रिवेंद्रम में हम भाजपा का मेयर देख रहे हैं, कल केरल में भाजपा का मुख्यमंत्री देखने का समय है। ഇന്ന് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറിനെ നാം കാണുന്നു. നാളെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെയാണ് നാം കാണാൻ പോകുന്നത്. ये जो यात्रा है विजय की, ഇത് വിജയത്തിന്റെ യാത്രയാണ്. वो हमारे सैकड़ों कार्यकर्ता जिन्होंने अपना सर्वस्व बलिदान किया, इनके बलिदान के बल पर ये भारतीय जनता पार्टी का विजय संभव हुआ है। ഇത് നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ ഫലമായി കൂടി ഉണ്ടായ വിജയമാണ്. हमारे हजारों कार्यकर्ता ने अन्यायी शासन के जुर्म से महीनों सालों जेल में गुजारे हैं। इनके और इनके परिवारों के बलिदान पर ये विजय आज हमें प्राप्त हो रही है। നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ദുർഭരണത്തിന്റെ കീഴിൽ മാസങ്ങളും വർഷങ്ങളും അനധികൃതമായി തടവിൽ കഴിഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച ത്യാഗത്തിന്റെയും കൂടി ഫലമാണ് നാം ഇന്ന് നേടിയിട്ടുള്ള ഈ വിജയം. आज मैं बड़ी विनम्रता के साथ भारतीय जनता पार्टी की ओर से हमारे विजय को वो बलिदानी कार्यकर्ता और सैकड़ों वो कार्यकर्ता जिन्होंने जेल काटी है, उनके परिवारजनों को समर्पित करना चाहता हूं. ഈ വിജയം കേരളത്തിലെ നൂറുകണക്കിന്